ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ചെയ്ത ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടാലോ? അതിനു മുന്നേ ട്യൂഷൻ ഫീ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻസിക്ക് നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ലോഗിൻ ഡീറ്റെയിൽസ് വാങ്ങിച്ച് ചെക്ക് ചെയ്തോളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് അറ്റ് ദി എൻഡ്. ഫോർ നൗ ലെറ്റ്സ് സീ ഹൗ ദ ആപ്ലിക്കേഷൻ പ്രോസസ് വർക്ക്സ്. DAT.D എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എൻ്റർ അടിക്കുക. എന്നിട്ട് സൈഡിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡിങ് ആൻഡ് റിസർച്ചിങ് ഇൻ ജർമ്മനി എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ളൊരു പേജ് വരും. ആ പേജിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുകയാണ്. ചൂസ് ചെയ്തിട്ട് എൻ്റെ കോഴ്സ് ടൈപ്പ് ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ചൂസ് ചെയ്തു. എൻ്റെ കോഴ്സ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് സെർച്ച് ചെയ്തപ്പം ട്യൂഷൻ ഫീ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസ് വരും. എനിക്ക് ട്യൂഷൻ ഫീ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ പോയിട്ട് ട്യൂഷൻ ഫീസ് എന്നുള്ളത് അപ് ടു 500 പെർ സെമസ്റ്റർ എന്നുള്ളത് ചൂസ് ചെയ്തു. എന്നിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ ഫീ ഇല്ലാത്ത എല്ലാ യൂണിവേഴ്സിറ്റീസും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് വൈമലുള്ളൊരു യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തു. അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി. റിക്വയർമെന്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ എടുത്ത് നോക്കിയപ്പോൾ ലാംഗ്വേജ് റിക്വയർമെന്റ്, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിൽ എഴുതിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡെഡ് ലൈനും ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ സൈറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ പോകും ആ യൂണിവേഴ്സിറ്റിയുടെ. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടി റിക്വയർഡ് ഡോക്യുമെന്റ് എല്ലാ കാര്യവും അതിൽ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കോൺടാക്ട് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. ഈ കോഴ്സിന്റെ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിസ്റ്റ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിസ്റ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം. നിങ്ങൾ ഏതെങ്കിലും ഏജൻസിക്ക് ഓൾറെഡി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ഫീ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഡോണ്ട് അസ്യൂം ദേ ആർ കെയർഫുള്ളി റിസർച്ചിങ് ആൻഡ് സെലക്ടിംഗ് ദ ബെസ്റ്റ് കോഴ്സസ് ഫോർ യു. ചില ഏജൻസീസ് നിങ്ങൾക്ക് ഈ ലോഗിൻ ഡീറ്റെയിൽസ് തരില്ല ആൻഡ് കം അപ്പ് വിത്ത് വേരിയസ് എക്സ്ക്യൂസസ്. നിങ്ങൾക്കാണ് കംപ്ലീറ്റ് റൈറ്റ് ടു ചെക്ക് ആൻഡ് റിവ്യൂ യുവർ യൂണി അസിസ്റ്റ് അക്കൗണ്ട്. ഇപ്പൊ തന്നെ ഒന്നും നോക്കണ്ട, ഏജൻസിയെ വിളിച്ച് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ചോദിച്ചോളൂ ആൻഡ് ചെക്ക് ചെയ്തോളൂ അവർ യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻസ് ഇട്ടിട്ടുണ്ടോ. റിമെമ്പർ, ഇറ്റ്സ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് യുവർ ഫ്യൂച്ചർ.